നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുമ്പോൾ ഇടത് സഹയാത്രികനായ അതുപോലെ അതിനുപരി സാഹിത്യകാരൻ, സാഹിത്യ നിരൂപകൻ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണങ്ങളെ പറ്റിയിട്ടൊക്കെ വാചാലനാവുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും, ഇടതുപക്ഷം എന്നുള്ള ഒരു ആശയം കേരളത്തിൽ ഇല്ലാതെയാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊക്കെ അതിനു വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ CPM-നും ഇടതുപക്ഷത്തിനും സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളും അദ്ദേഹം അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് തള്ളിക്കളയാൻ പറ്റാത്തതാണ്. പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ഭീകരമായ ഒരു കാര്യമാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ പാർട്ടിക്ക് അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് വേരൂന്നി നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ജനങ്ങൾ അവിടുത്തെ ജലമാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകർ ആ ജനങ്ങൾക്കിടയിലെ ഉദാഹരണമായി ജലത്തിലെ മത്സ്യങ്ങളായി അവരുടെ കടലിലെ കൃഷ്ണമണിയായി തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതില് പ്രവർത്തകരോട് പറയുന്നത്. അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ജനങ്ങളിൽ നിന്നും അകൽച്ച സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ പാർട്ടിയെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ ഇടതുപക്ഷ ആശയം പേറുന്നവർക്കും അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ വലിയൊരു വിമർശനമായി തന്നെ സച്ചിദാനന്ദന്റെ പരാമർശത്തെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ആശയം പേറുന്ന ഒരാളാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്, സാഹിത്യകാരനാണ്, പ്രധാനപ്പെട്ട ഒരു പാർട്ടി സൈദ്ധാന്തികൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ഇടതുപക്ഷ വിരുദ്ധത അതിനകത്തുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയോടെ അതിനെ തള്ളിക്കളയാൻ ശ്രമിക്കരുത്. അദ്ദേഹം പറഞ്ഞത് ഗൗരവമായി തന്നെ പാർട്ടി എടുക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ആ ഒരു കുറവെന്താണെന്ന് കണ്ടുപിടിച്ച് നികത്തി മുന്നോട്ട് പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ട് കഴിയണമെങ്കിൽ അതിൽ നിന്നുള്ള പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തെ പിന്തുണച്ച് പല സാഹിത്യ പ്രവർത്തകരെത്തിയിട്ടുണ്ട്. സാറാ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അതിന് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നിരുന്നാൽ തുടർ ഭരണം എന്ന് പറയുമ്പോൾ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാകണം ആ ഒരു പ്രവർത്തനം, നാടിന്റെ വികസനത്തിന് വേണ്ടിയാകണം, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാകണം. അപ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു സംഘടനയ്ക്കും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത്. അപ്പൊ ജനങ്ങളാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ യജമാനന്മാരായി കാണേണ്ടത്. അല്ല തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ജനങ്ങളോടൊപ്പം സംവദിക്കുകയും ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ജയിച്ചത് മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് വരെ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകർ. അപ്പൊ അത്തരത്തിലൊരു പ്രവർത്തന രീതി പിന്തുടർന്നു വന്ന ഒരു പാർട്ടി തന്നെയാണ് കേരളത്തിലെ CPIM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടത് ഓരോ പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെയും ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പാടില്ലാത്ത ഒരു മുന്നണി തന്നെയാണ് ഇടതുപക്ഷം. ഇടതുപക്ഷം പേർന്നത് മതേതരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. അവർ പേറുന്നത് ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇടതുപക്ഷം എന്ന ആശയം കേരളത്തിൽ നിലനിന്ന് പോകേണ്ടത് ഇവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആവശ്യം തന്നെയാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ നിരന്തരം കേൾക്കുന്ന പല വിഷയങ്ങളുണ്ട്. മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും എന്ത് ധരിക്കണം, എവിടെ താമസിക്കണം എന്നതിൽ പോലും വലിയ തരത്തിൽ പ്രശ്നങ്ങളും മനുഷ്യനെ വേട്ടയാടുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കേരള സംസ്ഥാനത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഇടതുപക്ഷം വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അപ്പോൾ ആ ഒരു ഇടതുപക്ഷം തുടർന്നും കേരളത്തിന്റെ ഭാവിയെ സംരക്ഷിതമാക്കാൻ തുടർന്നും ഉണ്ടാകണമെന്നാണ് ഈ ഇടതുപക്ഷ ആശയത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് സച്ചിദാനന്ദൻ
അതുപോലെ സാറ ജോസഫ് തുടങ്ങിയവർ ആ ഒരു പ്രതികരണം നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെ ഇടതുപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല.